വെയിറ്റ് കുറയ്ക്കുമ്പോഴും ടേസ്റ്റിലൊട്ടും കോംപ്രമൈസ് വേണ്ട. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈ പ്രോട്ടീൻ ടേസ്റ്റി വെജ് സലാഡ്, അതിനോടൊപ്പം ക്രീമി ഹോം മെയ്ഡ് സലാഡ് ഡ്രസ്സിംഗ്. ലോസ് വെയിറ്റിന് ടേസ്റ്റി വേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിനു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈ പ്രോട്ടീൻ സലാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെജിറ്റബിൾസ് ആണ്. അതിന് വേണ്ട വെജിറ്റബിൾസ് ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാബേജ്, ലെറ്റൂസ്, ചെറി ടൊമാറ്റോസും അതുപോലെ തന്നെ നാരങ്ങയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിതിനെ സലാഡിന് വേണ്ട വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ആ ഒരു സലാഡിൽ വേണ്ട വെജിറ്റബിൾസ് നമുക്ക് ഓരോ ബൈറ്റിലും ഓരോ വെജിറ്റബിൾസിനെയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് തീരെ പൊടിയായി പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോന്നും ഇതുപോലെ കൈകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുക്കുംബർ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ലോസ് വെയിറ്റിന് ടേസ്റ്റി വേ ആണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്കൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് വെക്കാം. ആർക്കൊക്കെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് പറയണേ. അതുപോലെ തന്നെ നമ്മളുടെ റെസിപ്പീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടോ, ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് പറയണേ. നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കൈകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കുമെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതിലെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ വെജിറ്റബിൾസ് നമ്മൾ എടുക്കുന്നതും നമ്മളുടെ വെയിറ്റ് ലോസ് ജേണിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. സലാഡിന് വേണ്ടി എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം നമ്പർ ഓഫ് വെജിറ്റബിൾസ് എടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ ആണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് വെജിറ്റബിൾസ് എടുക്കുക. പല പല ഐറ്റംസ് മിക്സ് ചെയ്തെടുക്കുക. വെറുതെ ഒരു ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം മിക്സ് ചെയ്തൊരു സലാഡ് ഉണ്ടാക്കാതെ മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ഉണ്ടാക്കാൻ നോക്കുക. ഇതിപ്പോൾ ഊട്ടി ക്യാബേജാണ്. നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ക്യാബേജാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്താൽ മതി. ഇപ്പോൾ ചെറിയൊരു ക്യാബേജ് ആകുമ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഇതിൽ യൂസ് ചെയ്യാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാബേജ് വാങ്ങിയത്. അപ്പം നമ്മൾ ഇതിനെല്ലാം ഓരോന്നായിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചെറി ടൊമാറ്റോസ് ആണ്, കുഞ്ഞൻ ടൊമാറ്റോ ആണ്. ഇതിനെ റീപ്ലേസ് ചെയ്ത് നോർമൽ ടൊമാറ്റോ യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഒരല്പം ടേസ്റ്റ് ഇതിന് കൂടുതലാണ് സലാഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. നോർമൽ ടൊമാറ്റോ യൂസ് ചെയ്താലും പ്രശ്നമില്ല. നമുക്കിതിനെ ചെറുതായിട്ട് നമ്മൾ സാധാരണ ടൊമാറ്റോ കട്ട് ചെയ്യുന്ന അത്രയും ചെറിയ പീസ് ആക്കണ്ട. നടുക്കുന്ന രണ്ടാക്കി മാത്രമേ കട്ട് ചെയ്തിടാറുള്ളൂ. ഞാനിതിനെ 4 ആക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സലാഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടലയാണ്. നമ്മൾ ഇതിനെ 5 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ്. വെള്ളക്കടല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു കടല ഐറ്റമാണ്. അപ്പം നമ്മളിതിനെ നമ്മളുടെ സലാഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാനൊരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സലാഡിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള കടലയും നമ്മൾ ഇതിലേക്ക് ചേർത്തു, ഒന്ന് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഡ്രസ്സിങ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടോഫു ആണ്. ടോഫു എന്ന് പറയുമ്പം സോയ മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്ന പനീർ പോലുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ വെയിറ്റ് ലോസ് റെസിപ്പീസിന് കൂടുതലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇത് വളരെയധികം കലോറീസ് കുറവാണ്. പ്രോട്ടീൻ കണ്ടന്റ് ഇതിൽ ഉണ്ട് താനും. എന്നാൽ നമ്മൾ പനീർ യൂസ് ചെയ്യുന്നത് പോലെയല്ല. വെയിറ്റ് ലോസ് റെസിപ്പീസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ടോഫു ആണ്. അപ്പോൾ ഞാനിന്ന് സലാഡ് ഡ്രസ്സിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടോഫു ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ ഇതുപോലെ കട്ട് ചെയ്ത് പീസുകളാക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ടോഫു എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പനീറിന് അതില്ല എന്നല്ല, പക്ഷേ വെയിറ്റ് ലോസിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന നിലയിലാണ് നമ്മൾ ടോഫു യൂസ് ചെയ്യുന്നത്. 6 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പകുതി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 200 ഗ്രാം ടോഫു ആണ്. ഇതിൻ്റെ വില വരുന്നത് 99 രൂപയാണ്.
70 രൂപ മുതൽ 100 രൂപ വരെ പല പല ബ്രാൻഡുകൾ ടോഫു മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് അരച്ചെടുക്കാൻ പാകത്തിന് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 50 ഗ്രാം കാഷ്യൂ നട്ട്സ് ആണ്. അതിനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ക്രീമി ആയിട്ട് ഇതിനെ അരച്ചെടുക്കുക. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായിരിക്കണം. തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ ഒരു പാകത്തിനാക്കിയെടുക്കുക. ഇതിനേക്കാളും നിങ്ങൾ ലൂസാക്കണ്ട. ഇതിനെ നിങ്ങൾക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാം. ഒരു സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിപ്പായിട്ട് യൂസ് ചെയ്യാം മയോണൈസിനൊക്കെ പകരം, അതുപോലെ സലാഡ് ഡ്രസ്സിംഗ് ആയിട്ടും യൂസ് ചെയ്യാം. വൃത്തിയുള്ളൊരു ഗ്ലാസ് ജാറിൽ അടച്ച് ഫ്രിഡ്ജിൽ ഒരു 4-5 ദിവസം സൂക്ഷിച്ചു വെച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സലാഡ് ഡ്രസ്സിങ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എത്ര ബോറനായിട്ടുള്ള സലാഡിനെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് പോമഗ്രാനൈറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് സലാഡിലേക്ക് ഒരു 2-3 ടീസ്പൂൺ, കൃത്യമായിട്ട് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. അത് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാനിതിലേക്ക് ഈ ഒരു മാതളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള സലാഡ് ഡ്രസ്സിങ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും നമ്മളുടെ സലാഡിന് ആവശ്യത്തിനുള്ള അത്രയും ഡ്രസ്സിങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്രീമി ആയിട്ട് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കഴിക്കാം. ഇത് കൂടുതൽ കഴിച്ചെന്ന് കരുതി നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല, കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് നമ്മൾ ഈ ചേർത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 6 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് സലാഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു സെർവിങ്ങിന് ഏകദേശം 100 കാലറിക്കുള്ളിൽ, ആ ഒരു കണക്കിനാണ് നമ്മൾ ഓരോ റെസിപ്പിയും ചെയ്തിട്ടുള്ളത്. ആ ഒരു കാലറീസിൻ്റെ കൗണ്ട് ബാലൻസ് ചെയ്യാനാണ് ഞാൻ ഓരോ റെസിപ്പിയിലും ശ്രമിക്കുന്നത്. ഈ ഒരു ബൗൾ ഓഫ് സലാഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. വയറ് നന്നായിട്ട് നിറയും, പെട്ടെന്ന് വിശക്കില്ല. നിങ്ങൾക്കൊരു ഡിന്നർ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇടയ്ക്കുള്ളൊരു സ്നാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ മുമ്പത്തെ വെയിറ്റ് ലോസ് റെസിപ്പിക്ക് തന്നതുപോലെ തന്നെ സ്നേഹം ഈ ഒരു റെസിപ്പിക്കും തരിക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.